ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഇൽമ് അത് പഠിക്കാനും അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഖുലാസയുടെ 32ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. തദാഖുലുൽ അഹ്ദാസ് അൽ അഗ്സാലുൽ മസ്നൂന, സുന്നത്തായ കുളികൾ. അൽ അഗ്സാൽ, ഗുസ്ലിന്റെ ബഹുവചനാണ് അൽ അഗ്സാൽ. അൽ മസ്നൂനത്തു, സുന്നത്താക്കപ്പെട്ട. സുന്ന സന്ന, അതിന്റെ ഇസ്മഫൂലാണ് മസ്നൂൻ, ഇതിന്റെ മുഅന്നസാൻ മസ്നൂനത്ത്. അൽ അഗ്സാലുൽ മസ്നൂനത്തു, സുന്നത്താക്കപ്പെട്ട കുളികൾ. യുസന്നുൽ ഗുസ്ലു ലിൽ ജുമുഅത്തി വൽ ഈദൈൻ, യുസന്നുൽ ഗുസ്ലു, കുളി സുന്നത്താക്കപ്പെടും. ലിൽ ജുമുഅത്തി, ജുമുഅക്ക്, വൽ ഈദൈൻ, രണ്ട് പെരുന്നാളിന്, വൽ കുസൂഫൈൻ, ഗ്രഹണസ്കാരത്തിന്, വൽ ഇസ്തിസ്ഖാ, മഴ തേടി നിസ്കാരത്തിന്, വൽ ഇഅ്തികാഫ്, ഇഅ്തികാഫ് ചെയ്യാൻ, വൽ അദാനി, ബാങ്കിന്, വദുഖൂലിൽ ഹറമൈൻ, ഹറമിൽ പ്രവേശിക്കാൻ, ദുഖൂലി മസ്ജിദിൻ, പള്ളിയിൽ പ്രവേശിക്കാൻ, മജ്മുഇൻ മിൻ മജാമിഇൽ ഖൈർ, നല്ല സദസ്സുകളിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ കടക്കുമ്പോൾ, ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ എല്ലാ രാത്രിയിലും, വലിയ ഇസ്ലാമിക് കാഫിരിൻ, ഒരു അവിശ്വാസി മുസ്ലിം ആയാൽ, വൈഫാഖത്തി നഹ്വി മജ്നൂനിൻ, വൈഫാഖത്തി നഹ്വി മജ്നൂൻ, വൈഫാഖത്തി നഹ്വി മജ്നൂനിൻ, മജ്നൂൻ, പ്രാന്ത് പോലെയുള്ളത് തെളിഞ്ഞാൽ, അതായത് പോലെയുള്ളത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഹ്മ അലൈഹി, ബോധക്ഷയം ഉണ്ടാവുക, സക്രാൻ, മസ്ത് ഉണ്ടാവുക, അതാണ് പോലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുലൂഗി സുബീൻ, കുട്ടി പ്രായപൂർത്തിയായാൽ കുളി സുന്നത്താൻ. ഇദാലം യസ്ബിഖു മിൻഹും, ഇവരിൽ നിന്ന് മുൻകടന്നിട്ടില്ലെങ്കിൽ, ഷൈഉൻ മിൻ മൂജിബാത്തിൽ ഗുസ്ലി, കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ ഒന്നും മുൻകടന്നിട്ടില്ലെങ്കിൽ. മിൻഹും എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സ്വബീ, മജ്നൂന്, കാഫിർ. എന്താണ് പറഞ്ഞതിന്റെ ആശയം? എന്താണ്? ഈ പറയപ്പെട്ട ആൾക്കാർക്ക് കുളി നിർബന്ധമാകുന്ന വല്ല കാര്യവും ഇല്ലെങ്കിലാണ് സുന്നത്ത്. അതുണ്ടെങ്കിൽ, അത് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? കുളിക്കൽ നിർബന്ധമാണ്, അതാണ് ഉദ്ദേശം. വയില്ല, അങ്ങനെ മുൻകടന്നിട്ടുണ്ടെങ്കിൽ, അഥവാ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ വല്ലതുണ്ടായാൽ, ഫയജിബുൽ ഗുസ്ലു, കുളിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ കുളി സുന്നത്താണ്. വലിയ ഗുസ്ലി മയ്യത്തിനെ കുളിപ്പിച്ചതിന്റെ പേരിൽ കുളി സുന്നത്താണ്. ഹൽഖി ആനത്തിൻ, ഗുഹ്യരോമം കളഞ്ഞതിന്റെ പേരിൽ സുന്നത്താണ്. നത്ഫി ഇബ്തുൻ, കക്ഷരോമം വെടിക്കുക, പറിക്കുക. ഖസ്വി ഷാരിബിൻ, മീശ വെട്ടുക. ഹിജാമത്തിൻ, കൊമ്പ് ഹിജാമ ചെയ്യുക, ഫസ്ദ് ചെയ്യുക, കൊമ്പ് വെക്കുക എന്നാണ് പറയാ. രണ്ടു തരം ചികിത്സയാണ്. തഗയ്യുരി ജസദിൻ, ശരീരം മാറുക, ശരീരത്തിന് എന്തെങ്കിലും മാറ്റം വരിക, ശരീരം ഒന്ന് ഒരു ദുർഗന്ധം ഉണ്ടാകുക, വേർക്കുകയൊക്കെ ചെയ്താൽ, അതാണ് തഗയ്യുർ, മാറ്റം വരിക. വമിനൽ അഗ്സാലിൽ മസ്നൂനത്തി അഗ്സാലുൽ ഹജ്ജി വൽ ഉംറത്തി കമാ സതഅതി. വമിനൽ അഗ്സാലി അൽ മസ്നൂനത്തി, സുന്നത്താക്കപ്പെട്ട കുളികളിൽ പെട്ടതാണ് അഗ്സാലുൽ ഹജ്ജി, ഹജ്ജിലെ കുളികളും, വൽ ഉംറത്തി, ഉംറയിലെ കുളികളൊക്കെ സുന്നത്തായ കുളികളിൽ പെട്ടതാണ്. കമാ സതഅതി, അത് ഹജ്ജ് ഉംറയിൽ വിശദമായി പറയുന്നു. വയൻവി ഫി കുല്ലി മിൻഹ, ആ പറയപ്പെട്ടതിലൊക്കെ, ഇതിലൊക്കെ കരുതണം. സബബു, അതിന്റെ കാരണം കരുതണം. നവൈത്തുൽ ഗുസ്ല ലിൽ ജുമുഅത്തി, ജുമുഅക്ക് വേണ്ടി ഞാൻ കുളിക്കാൻ കരുതി എന്ന് നിയത്ത് വെക്കും പോലെ, ഞാൻ ജുമുഅന്റെ കുളിക്കാണെന്ന് കരുതുക. ഇല്ലാ ഫി ഗുസ്ലി നഹ്വിൽ മജ്നൂനി, ഭ്രാന്ത് പോലെയുള്ളവരുടെ കുളികളിൽ ഒഴികെ. ഇതാ അഫാഖ, അത് തെളിഞ്ഞാൽ, അവിടെ എന്താ ചെയ്യേണ്ടത്? ഫയംവി ബിഹി, ആ കുളി കൊണ്ട് കരുതേണ്ടത് റഫഅൽ ജനാബത്തി, ജനാബത്തിനെ ഉയർത്തുന്നു എന്ന് കരുതുക. കാരണം ഫഇന്നഹു ശുരിഅ, ഈ കുളി സുന്നത്ത് നിയമമാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ലിഹ്തിമാലിഹ, അങ്ങനെ ഒരു സംഗതി സാധ്യതയുള്ള, ജനാബത്തിന് സാധ്യത ഉള്ളത് കൊണ്ടാണ്. ഇന്ദ സവാലി അഖ്ലിഹി, ബുദ്ധി പോയ സമയത്ത് ഇങ്ങനൊരു നിർബന്ധമായതിന് സാധ്യത ഉണ്ട്, കുളി നിർബന്ധമായ ജനാബത്ത് പോലെയുള്ളതിന് സാധ്യത ഉണ്ട് എന്നതുകൊണ്ടാണ് കുളി നിയമമാക്കപ്പെട്ടത്. ഫൈൻ അജസ അൻ ഗുസ്ലിൻ മിനൽ അഗ്സാലിൽ മസ്നൂനത്തി, ഫൈൻ അജസ, അസാധ്യമായാൽ, അൻ ഗുസ്ലിൻ മിനൽ അഗ്സാലിൽ മസ്നൂനത്തി, സുന്നത്താക്കപ്പെട്ട കുളികളിൽ ഒരു കുളിക്ക് പറ്റാതായാൽ എന്താ ചെയ്യേണ്ടത്? തയമ്മമ, പകരം തയമ്മം ചെയ്യണം. അപ്പോ എങ്ങനെയാണ് കുളിയുടെ വിഷയത്തിൽ നമ്മുടെ സമീപനം എന്തായിരിക്കണം? സുന്നത്തായ കുളികൾ ഏതൊക്കെ എന്നതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോ സുന്നത്തായ കുളികളിൽ പെട്ട ആ കുളികളുടെ ഇത് പറഞ്ഞു. പിന്നെ അതിന്റെ
പൊതുവായിട്ടുള്ള നിയമവും കാര്യമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ഇനിയും പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.